ആദ്യം പറയാനുള്ള കാര്യം ഇതൊരു സമരമാണ്. ഇത് സമരമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഞങ്ങളുടെ തൊഴിലെടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല. ഞങ്ങൾ തൊഴിൽ ബഹിഷ്കരിക്കുക. അതാണ് ഇത് സമരമായിട്ട് ഞങ്ങൾ കാണുകയും ചെയ്യും. കാരണം ഞങ്ങൾക്ക് ഇപ്പോഴത്തെ റോഡിൻ്റെ ശോചനയാവസ്ഥ മൂലം റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകാൻ ബുദ്ധിമുട്ട്. അതുവഴി ഡ്രൈവർമാർ അനുഭവിക്കുന്ന ദുരിതങ്ങളും അതിൻ്റെ പേരിൽ പറ്റുന്ന ആക്സിഡൻറ്റും അപ്പോൾ ഡ്രൈവർമാർ എടുക്കുന്ന നടപടി ഒന്നും ശരിയല്ലാത്ത രീതിയിലാണ് ഇന്ന് ഞങ്ങൾ തൊഴിൽ ബഹിഷ്കരിക്കുന്നത്. കാരണം രാവിലെ ഇവിടുന്ന് 8 മണിക്ക് വണ്ടി വിട്ട് കഴിഞ്ഞാൽ 12 മണിക്ക് വണ്ടി ആ വണ്ടി 10 മാസം തിരിച്ചു പോകുന്ന വണ്ടി ആ 12 മണിക്ക് അവിടെ നിന്ന് വിടർത്തി കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ഇവിടെ നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ ആവശ്യം എന്ന് വെച്ചാൽ റോഡിൻ്റെ ശോചനാവസ്ഥ, പിന്നെ ഇപ്പോൾ അവർക്ക് എന്താണ് അതിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് അത് പറ്റിയത്, പിന്നെ സിദ്ധാലയം അനുകൂലമായിട്ട് പോസ് ചെയ്തത് മിസ് ചെയ്താണ്. ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. 24 വയസ്സുള്ള തൊഴിലെ അറിയും. അല്ല അത് അനധികൃതമാണെന്നാണ് അതൊന്നും ചോദ്യം. കൃത്യമായ വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും. അത് കുട്ടികൾ വേറെ വണ്ടിയുടെ മുകളിൽ വന്ന് മഴയാണ്, ഒന്നാമത് മഴയാണ്, റോഡുമേൽ വണ്ടി നിർത്തിക്കാൻ നമ്മൾ സാധാരണ ഒരു ആടെ ഹോം ഗാർഡ് ഇല്ല, ഇതെല്ലാം പറയണം. സീബ്ര ലൈനിന്റെ ബോർഡില്ല ഓരോ സ്ഥലത്തും. പിന്നെ സീബ്ര ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ സീബ്ര ലൈൻ ഉള്ളത് ഒന്ന് ഓൻ ഈ അടുത്ത് വന്നൊരു ഡ്രൈവറാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെന്ന് പറഞ്ഞാൽ വണ്ടി ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കൂല, മഴയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. വണ്ടി സഡൻ ചവിട്ടിയാൽ വണ്ടി എന്തായാലും സ്ലിപ്പാവും. സ്ലിപ്പായി ആ 100 പരിക്ക് പറ്റുന്നതാണോ നമ്മൾ നോക്കുക, അല്ലെങ്കിൽ എന്നും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഒരു ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്, അതിൻ്റെ അപ്പുറം തന്നെ ഒരു ദോസ്ത് നിർത്തിയിട്ടുണ്ട്. ഈ 2 വണ്ടീൻ്റെയും ഉള്ളിൽ കൂടിയാണ് ഈ കുട്ടികളെ ഓടുന്നത്. അതെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. അവിടുന്ന് ഒരു ബസ് വരുമ്പോൾ ഈ ബസ്സിലെ ഡ്രൈവർ ഈ കുട്ടികളെ കാണുന്ന പോലും ഇല്ല. ഒരു ഡ്രൈവറും ഇന്നേ വരെ ഒരു പൂച്ചനെ പോലും കൊല്ലാൻ നോക്കിയിട്ടല്ല വണ്ടിയായിട്ട് റോഡുമേലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ മീഡിയ തന്നെ ഓരോന്നും ഇട്ടത് എങ്ങനെയാണ്? സ്പീഡ് കൂട്ടിയിട്ടാണ് ചില മീഡിയകളുടെ. ഈ 24 ഒക്കെ എത്രയോ അത് എന്തൊക്കെയോ വളച്ച് കെട്ടി എത്രയോ ഇതാക്കിയിട്ടാണ് ഇട്ടത്. ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്കും ജീവിക്കണം. ആ ഒരു സാഹചര്യം ഞങ്ങൾ ആരും തരുന്നില്ല. പിന്നെ റോഡിൻ്റെ അവസ്ഥ 5 മണിക്കൂർ 6 മണിക്കൂർ എടുത്തിട്ടാണ് കണ്ണൂരേക്ക് എത്തുന്നത്. വെറും 90 കിലോമീറ്റർ റോട്ടാണ് 6 മണിക്കൂർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണക്ക് കൂടിയത് ഓരോ കിലോമീറ്റർ ഞങ്ങൾ എത്ര മിനിറ്റ് കൊണ്ടാണ് ഓടേണ്ടത്? അതും ഇവിടുന്ന് 8 മണിക്ക് എടുക്കുന്ന വണ്ടി അവിടുന്ന് ശരിക്കും 9, 10, 11 മണിക്ക് ഇങ്ങോട്ട് തിരിക്കേണ്ട വണ്ടിയായിരിക്കും. അതെങ്ങനെയാണ് ഓടി എത്തിക്കേണ്ട ആ സമയം കൊണ്ട്? ഞങ്ങൾ എന്താ ചെയ്യുന്നത്? 2 ട്രിപ്പ് 2 കണ്ണൂർ കോഴിക്കോട് ഓടേണ്ട വണ്ടി 1 ട്രിപ്പാണ് ഇപ്പോൾ ഓടുന്നത്. അതന്നെ മുതലാളിമാർക്ക് ഒന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് അത്രയും കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ സാഹചര്യം? തൊഴിൽ ബഹിഷ്കരണം ഇല്ല. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ തൊഴിലിലേക്ക് വരുന്നില്ല. ഞങ്ങളെല്ലാവരും ഒഴിവാക്കുകയാണ്, നിർത്തുകയാണ് ഈ പണി. അതാണ് ഞങ്ങൾക്ക് നല്ലത്. അതേ നിലപാടില്ല, ഇതിലൊരു മാറ്റം ഉണ്ടാവും. ഞങ്ങൾക്കൊരു കാര്യമില്ലല്ലോ, ഞങ്ങൾക്കൊരു ലാഭമില്ലല്ലോ. ഇത് ഞങ്ങളും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ ബസ് എങ്ങനെ വരുന്നത്? ഇത്രയും വെള്ളത്തിൽ സെൻസർ വണ്ടി എങ്ങനെ വരുന്നത്? വീഡിയോ ഓപ്പൺ ആയോ? ആ വീഡിയോ ഓൽക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അത് ഈ കുട്ടികളെ എല്ലിന് പോലും